കഴിഞ്ഞാ പോവാ. അല്ലടോ, മനുഷ്യന്മാരോടൊക്കെ ഇത്തിരി മയത്തിൽ സംസാരിച്ചൂടെ? അന്റെ വരവില്ല അമ്മയും പെങ്ങന്മാരൊക്കെ. എന്നാ പിന്നെ നിങ്ങൾ എന്നെ മയത്ത് സംസാരിച്ചോളി. അല്ല പിന്നെ വന്നിക്കുന്നു. വയനാട്ടിൽ നിന്ന് വരാ മോനെ. നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്കാ? ആ മോനെ, മെഡിക്കന്ന് 3 പ്രാവശ്യം ഡയാലിസ് കഴിഞ്ഞതാ. ഇനി പുറത്തുനിന്നാ ചെയ്യേണ്ടത്. ആ, പുറത്തുനിന്ന് ചെയ്യാനുള്ളത് ആദ്യം ശരിയാക്കിയാലേ മെഡിക്കൽ കോളേജിൽ അത് ചെയ്യുള്ളൂ. ഇത് പുറത്തുനിന്ന് എവിടുന്ന് ചെയ്യണമെന്നാ പറഞ്ഞ നിങ്ങളോട്? അതൊക്കെ എന്റെ ഒരു ആങ്ങളെയാ ശരിയാക്കിയത്. ഇപ്പൊ മൂപ്പര് തീരെ സുഖമില്ലാണ്ട് കിടക്കുക. ഡയാലിസ് തുടങ്ങണമെന്ന് പറഞ്ഞതാ. അതിനുള്ള പൈസ ഒന്നും കയ്യിലില്ല. എന്തെങ്കിലും ഗുളിക കിട്ടുമെന്ന് അറിയാൻ പോവുക. ഡയാലിസിന് പകരം ഗുളിക കൊണ്ട് കാര്യമില്ല അമ്മച്ചിയെ. നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളെപ്പോലെ കുറെ പാവപ്പെട്ടവർക്ക് പൈസ വാങ്ങാണ്ട ഡയാലിസിസ് എന്ന സ്ഥലം ഞമ്മക്കറിയാം. ബസ് ഒന്ന് ശരിയാക്കോ. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചിന് രാവിലെ? ഇല്ല മോനെ. ബാബു വാ, നിങ്ങൾ പോയി ചാവിടിച്ചിട്ട് ഒന്ന് വേഗം ശരിയാക്കടോ. പണിയൊക്കെ ഞമ്മക്ക്. ഇരിക്കെ. അതെ, ഈ അമ്മച്ചിക്ക് പള്ളർച്ച് നിന്നാൻ കൊടുക്കേ. ഞമ്മക്കൊരു കട്ടൻ ചായ ഒന്നും വെക്കും. അസ്സലാമലൈക്കും സുബിക. വഅലൈക്കും അസ്സലാം. അല്ല ഇത് ഫുള്ളാന്നല്ലോ. ഒരു ഒഴിവ് കിട്ടണ്ടേ? ഒന്ന് വിളിച്ചാ പോരെ, ആരെങ്കിലും വന്ന് എടുക്കലായിനോ? പാവപ്പെട്ടവന്റെ പിരിവെട്ടിയേരെ അടിച്ചു മാറ്റുന്ന കാല. ഇമ്മള് വാട്സപ്പ് കണ്ടില്ലേ? ആ, ഓനെ പിടിച്ച് അറിയില്ലേ? ഓനെ പിടിച്ചോ? അതാ പറഞ്ഞ പാവപ്പെട്ടവന്റെ മുതല് മോഷ്ടിച്ചാൽ അള്ള തന്നെ പിടിക്കും. അതിൽ യാതൊരു സംശയം. ആ, എനിക്കൊരു ചായ എടുക്കട്ടെ? പെട്ടെന്ന് തന്നെ വേണോ? എനിക്ക് ഒരു ചായ. മധുരം കൂട്ടിയൊരു കട്ടൻ ക്യൂട്ടോ. അല്ല, നിങ്ങൾ ആള് സൂപ്പറാണല്ലോ. ഈ അമ്മച്ചീനെ കണ്ടിട്ട് തിന്നിനെയൊന്നും ചോദിക്കാൻ നമുക്കൊക്കെ തോന്നില്ലല്ലോ. നമ്മളെ മുന്നിലൂടെ ഇതുപോലെ ഒരുപാട് അവസരങ്ങൾ കടന്നുപോകും. അത് കാണണമെങ്കിൽ ഇടയ്ക്ക് ചുറ്റുമില്ലൊന്ന് നോക്കണം. അതിനെങ്ങനെയാ ഫോണിന്റെ അകത്ത് കണ്ടെടുത്ത് ആർക്കാപ്പം നേരം. കീശ നിറച്ച് കായിണ്ടായിട്ടൊന്നല്ല നമ്മൾ ഈ പണി ചെയ്യുന്നു. കഷ്ടപ്പാട് അത് അനുഭവിച്ചു തന്നെ തിരിയും. ഒരു സംശയ, മെഡിക്കൽ കോളേജ് ചെന്നാല് ഈ അമ്മച്ചിക്ക് ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ടാവൂലേ? അതിനൊക്കെ അവിടെ പരിഹാരമുണ്ട്. ഫ്രീ ആയിട്ട് ഭക്ഷണം, അതും 2 നേരം, രാവിലെയും വൈകുന്നേരം. 500 ആക്ക ഓരോ ദിവസവും അവിടെ ഭക്ഷണം കൊടുക്കണം. ഇതാ ഒരാള് ബോധം കെട്ടെടുത്തേ. അടക്കേ ആടെന്താ? ആടാലോ വീണല്ലോ. അമ്മച്ചി കഴിക്കട്ടോ? എന്താ സംഭവം? നല്ല വിഷമനെ. എന്താ പറ്റി? എന്താ പറ്റി? എന്താ എവിടുന്ന പോലെ? പാലക്കാട്ട് നിന്ന് വരേക്കും മെഡിക്കൽ കോളേജിലേക്കാ. ഒന്നായിട്ട് തല കറങ്ങും. ഇനി പോവാൻ പറ്റും തോന്നുന്നില്ല. പേടിക്കണ്ടോ, നമുക്ക് ആംബുലൻസ് വിളിക്കാം. ജബറേ, വേഗം വിളിച്ചോട്. വേഗം വിളിച്ചൂട്. വേഗം വിളി. ആംബുലൻസ് അല്ലേ? ആംബുലൻസ് അല്ലേ? പെട്ടെന്ന് തനിമ ഹോട്ടല്, പെട്ടെന്ന്. ഓക്കെ ഓക്കെ. എന്റെ കയ്യില് പൈസ ഇല്ലെന്നല്ലേ? ആംബുലൻസ് ആവശ്യമുള്ള പാവപ്പെട്ടവന് ഫ്രീ ആയിട്ട് സർവീസ് നടത്തുന്നു. പോരെ? നിങ്ങൾ ബേജാറാണ്ട് കേട്ടോ. കേട്ടോ, അങ്ങോട്ട് ഇറങ്ങിയോട്. പിടിക്കാ, ആംബുലൻസ് എത്തി, ആംബുലൻസ് എത്തി. തല പിടിക്കാൻ താങ്ങി പിടിക്കാൻ. ആംബുലൻസ് കൂടെ തിരിച്ചിടാൻ പറയും. അങ്ങോട്ട് പോരും, ഇങ്ങോട്ട് പോരും. ഒന്ന് മാറിക്ക്. ആ ബാക്കിലെ ഡോർ തുറക്കാൻ പറയാം. മോനെ നിർത്ത് മോനെ. വയലോർക്ക് കരുതി പിടിക്ക്. ആരാ കൂടെ പോണേ? 2 ആൾക്കാരെ കൂടെ പോയിക്കോളി. ജോസേ, ഈ കൂടെ പോയി കേട്ടോ. പോട്ടെ. ഒരാള് കയറിയില്ലേ? ഇതുപോലുള്ള പാവപ്പെട്ട രോഗികൾക്ക് നിങ്ങളെ പോലുള്ള ആളുകളെ ഒരു പ്രതീക്ഷ. ബാവട്ടാ, ഞമ്മളൊന്നല്ല ഇത് ചെയ്യുന്നത്. ഇതൊരു മഹത്തായ സ്ഥാപനമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, CH സെന്റർ. ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ജാതി മതം നോക്കി സഹായം ചെയ്യുന്ന കാലാണല്ലോ ഇപ്പോ. ഞമ്മളെ കൂട്ടത്തിൽ പെട്ടവർക്കും കിട്ടുമോ സഹായം? ബാവട്ടാ, ലോകത്തിന് ജാതി മതം ഉണ്ടോന്ന്? കഷ്ടപ്പാട് മതം നോക്കിയിട്ടാ വരുന്നത്. ഇതൊക്കെ മനുഷ്യന്മാർക്കല്ലേ വരുന്നത്. അർഹതപ്പെട്ടവർക്കാണ് ഇവിടെ പരിഗണന. വേദനിക്കുന്നവന്റെ ജാതി മതം നോക്കാനേ ഇവിടെ ആർക്കും നേരില്ല. ഇപ്പൊ തന്നെ വീണ് കിടന്നവന്റെ ജാതി മതം ആരെങ്കിലും ചോദിച്ചില്ല? ഇല്ലല്ലോ. കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നാണ് രോഗികൾ വരുന്നത്. നിങ്ങളൊരു വിവരം അറിയോ? ഏഷ്യ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് നമ്മളെ മെഡിക്കൽ കോളേജ് അറിയോ? അതൊക്കെ ഓരോരുത്തർ പറയണല്ലേ ചങ്ങായി. അവിടെ പോയി നോക്കി അറിയാം എന്താന്നുള്ളത്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി നോക്കാലോ. അതെ. അല്ല മോനെ, ഇപ്പൊ വേറെന്തൊരു ആംബുലൻസ് ഉണ്ടല്ലോ. നിങ്ങൾ പറയുന്ന IC ആംബുലൻസ് അല്ലേ?
ആക്കെ വലിയ സെറ്റപ്പാ അവിടെ നടക്കൂല. എന്നാ നീ കേട്ടോ, ഇവിടുന്ന് തിരുവനന്തപുരം ശ്രീ ചിത്ര ആശുപത്രിയിലേക്ക് ഒരു പൈതലിന് ഹാർട്ട് ഓപ്പറേഷന് വേണ്ടി കൊണ്ടുവരും നമ്മളെ ഈ ആംബുലൻസിലാ, ഈ പറഞ്ഞ ഐസി ആംബുലൻസിൽ. നമ്മളെ ഈ അഹമ്മദ് സാഹിബിന്റെ പേരിലുണ്ട് CH സെന്റർ ഇങ്ങനെ ഒരു ആംബുലൻസ്. അതെ, ഇമ്പളെ കെട്ടിയോള് ഹോസ്പിറ്റലിലാ, മരുന്ന് വേണമായിരുന്നു. അല്ല ഹംസക്ക, എന്തെങ്കിലും വകുപ്പുണ്ടോ കിട്ടാന്? നിങ്ങൾക്ക് അതിന് അർഹതയുണ്ടെങ്കിൽ മരുന്ന് ഫ്രീ ആയിട്ട് കിട്ടും. ഈ CH സെന്ററിലെ ഒട്ടുമിക്ക മരുന്നുകളും സൗജന്യമായിട്ടാ കൊടുക്കണത്. CH മെഡിക്കൽ സെന്ററിൽ 50% ഡിസ്കൗണ്ടിൽ. അല്ല, അർഹതപ്പെട്ട ആളുകൾ എങ്ങനെ ഇതിനെ സമീപിക്കേണ്ടത്? അതെളുപ്പല്ലേ, മുസ്ലിം ലീഗിന്റെയോ മറ്റ് രാഷ്ട്രീയ സന്നദ്ധ സംഘടനകളുടെയോ ഒരു സാക്ഷ്യപത്രം മതി. അതുമായിട്ട് വന്നാ ഈ പറഞ്ഞതൊക്കെ കിട്ടും. പെണ്ണുങ്ങളെ സ്കാൻ ചെയ്യാനുള്ള ഒരു കടലാസ് തന്നിട്ടുണ്ട്. നോക്കട്ടെ. അതില് USGയും CT സ്കാൻ ഒക്കെ കാണുന്നുണ്ടല്ലോ. എന്റെ പെണ്ണുങ്ങൾക്ക് സൂക്കേട്. വയറ്റിലൊരു മുഴണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത്. മെഡിക്കൽ കോളേജിന് പുറത്തുള്ള സ്വീകരിക്കൂല. അയ്യോ. പക്ഷേ CH സെന്ററിൽ മെഡിക്കൽ കോളേജിൽ അതേ നിരക്കിൽ സ്കാനിങ് ചെയ്യാലോ. അല്ല, മെഡിക്കൽ കോളേജിൽ നിന്ന് എഴുതിയതാണെങ്കിലോ? നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറോട് ചോദിക്കാം പുറത്തുനിന്ന് റിസൾട്ട് സ്വീകരിക്കുന്നു ആണെന്ന് പറഞ്ഞാ അതേ നിരക്കിൽ ഇവിടുന്ന് ചെയ്യാലോ. മോനെ, ആ വീണ ആളെ കൂടെ പോയ ജോസ് വയനാട്ടുകാരനാ. ആശുപത്രിയിൽ ഓരോ കാര്യങ്ങൾക്ക് ആരാ സഹായത്തിന്? അതിനല്ലേ ഇവിടെ വാട്സപ്പ് കൂട്ടായ്മ. നിങ്ങള് ബേജാറായി. അത് പിടിക്കും. ഹലോ ഹലോ, മെഡിക്കൽ കോളേജിൽ തളർന്നു വീണ ഒരു രോഗിയെ ആംബുലൻസിൽ എത്തിച്ചിട്ടുണ്ട്. അവരെല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ നോക്കണം. പണത്തിന് ബുദ്ധിമുട്ടുള്ള ആളാണ്, മാത്രമല്ല കൂടെ സഹായത്തിന് ആരുമില്ല കേട്ടോ. ഓക്കെ മക്കളെ, ഇങ്ങനെ ദൈവം ഇറക്കിയതാ. ഞങ്ങളെ പോലെ പാവപ്പെട്ട രോഗികൾക്ക് തുണയായി ആരാ ഉള്ളത്? അയ്യേ, നിങ്ങൾ കടിയാ ഇങ്ങോട്ട് നോക്കി. നിങ്ങളൊക്കെ കണ്ണീര് ഭൂമിയിൽ വീഴാണ്ടക്കാനാ നമ്മളൊക്കെ പ്രസ്ഥാനത്തിന്റെ കൂടെ ഓടുന്നത്. മോനെ, ഞങ്ങൾ വയനാട്ടുകാർക്ക് ഇവിടെ വന്നു പോവാൻ വലിയ വിഷമം. ഞങ്ങളെ ദുരിതം എന്നാ തീരും. അമ്മ പേടിക്കണ്ട, അതിനും ഞങ്ങൾക്ക് പരിഹാരമുണ്ട്. ജബറേ, നമ്മൾ താമരശ്ശേരി തുടങ്ങാൻ പോണ പുതിയ ആശുപത്രിന്റെ പേപ്പർ എന്റെ കയ്യിലിടോ. ആ എടുക്ക്. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. ഇത് വലിയ പരിപാടിയാണല്ലോ. ഇത് തുടങ്ങാൻ വലിയ കാര്യം കൊണ്ടുവരല്ലോ. ഇത് നല്ല അടിപൊളി സംഭവം കേട്ടോ. ഇങ്ങനെയാണ് വണ്ടി ഇപ്പൊ താമരശ്ശേരി വരെ ഓടിക്കേണ്ടി വരും. സ്ക്വയർ ഫീറ്റ് 2000 വെച്ച് ഇതില് ആർക്ക് വേണേ സ്പോൺസർ ചെയ്യാം. അത് വഖഫാണെങ്കിൽ അങ്ങനെ, അതല്ല വലിയ ഷെയർ ആയിട്ടാണെങ്കിൽ അങ്ങനെ. പാവപ്പെട്ടവന് ഗുണം കിട്ടുന്ന കാര്യമാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ എടുക്കാൻ ആളെ കിട്ടാത്തത്. അതെ, ആ ആംബുലൻസ് പോയ ആളെ കാര്യം എന്താ നോക്ക്. മെസ്സേജ് നോക്കി. ജബ്ബാർ ഭായി, ആള് ഞങ്ങളെ കൂടുതലുണ്ട് കേട്ടോ. പിന്നെ കൂടെ വന്ന ആളിപ്പോ ഓഫീല. പരിശോധിച്ച വിവരം ഉടനെ അറിയിക്കും. ഓക്കെ. എങ്ങനെയാ നമ്മള് പിള്ളേര്? നിങ്ങൾ ആരാതിന്റെ? ഞാനൊരു സാധാരണ റിസീവറാ. വീടുകളിൽ നിന്നും കടകളിൽ നിന്നും പൈസ പിരിച്ച് CH സെന്ററിൽ എത്തിക്കുന്ന ആളാ. ഇത് കണ്ടോ, ഇത് ഞാൻ കടയിൽ എത്തിക്കാൻ പോകും. അല്ല ജബാറേ, നോമ്പിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ചല്ലേ CH ദിനം? അതെ, അന്നല്ലേ മെയിനായിട്ടുള്ള പിരിവ് നടക്കാറ്? അതെ അതെ, അന്ന് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള തിരുവല്ല നടക്കുക. പിന്നെ ടോക്കനാ. ടോക്കണോ? അത് ശരിയാ. ഒരു ഡയാലിസിസിന് 1200 റുപ്യ, 10 ആൾക്ക് നോമ്പ് തുറക്കാൻ 800 റുപ്യ, 10 പേർക്ക് രാവിലെയും വൈകുന്നേരം 2 നേരത്തെ ഭക്ഷണത്തിന് 500 റുപ്യ. പിന്നെ പള്ളികളിലെ ബക്കറ്റ് പിരിവ്, അങ്ങാടി പിരിവ്, ഇതൊക്കെ നോമ്പ് രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ് നടത്താറ്. വണ്ടിന് ടയർ നാക്കിട്ടെ ആ വഴി പോകുമ്പോ നമുക്കൊക്കെ കണ്ട് മനസ്സിലാക്കാം. അല്ല, ഇതൊക്കെ ചെയ്യപ്പോ 20 മതിയാവോ? സ്വന്തം നാടും ബന്ധുക്കളെയും വിട്ട് ചോര നീരാക്കുന്ന പാവപ്പെട്ട പ്രവാസികളുടെ കൂട്ടായ്മയായ KMCC എല്ലാ രാജ്യത്തുണ്ടല്ലോ. ഏത് സമയവും കൈയടിച്ച് സഹായിക്കാൻ അവരില്ലേ. പിന്നെ AP അസ്ലം അവാർഡ് ഇത്തവണ CH സെന്ററിനാണ് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ എത്ര അവാർഡുകള്. അല്ല, എന്റെ മോനൊരു ഓപ്പറേഷൻ മെഡിക്കൽ കോളേജിലുണ്ട്. അവര് തന്ന റേറ്റ് ഈ വരുന്ന റംലാനാ. അതെ, നിങ്ങളെ പേടി നോമ്പും നിസ്കാരവും കല്ലത്തായി പോകുന്നല്ലേ? ഒന്നും ആവില്ല. 2000 ആൾക്ക് നോമ്പ് തുറക്കാനും ഓർക്കുള്ള അത്താഴം ഒരുക്കി വെച്ചിട്ടുണ്ട്. പോരെ? നോമ്പ് മാത്രല്ല, പെരുന്നാൾ ഉഷാറാ. 8000 പേർക്കല്ലേ ഭക്ഷണം കൊടുക്കുന്ന ആടുന്ന്. നിങ്ങളെന്താ വിചാരിച്ചു? ചുരുക്കി പറഞ്ഞാല് ആശുപത്രിയിലുള്ള മുഴുവൻ ആൾക്കാരെയും പെരുന്നാൾ കഴിപ്പിക്കുന്നു. എങ്ങനെയുണ്ട്? കലക്കി. അത് സമ്മതിച്ചു. മുമ്പൊക്കെ ഹാർട്ട് ഓപ്പറേഷൻ ഡേറ്റ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് തന്നെ കിട്ടി. അത് വെറുതെ അല്ല. നമ്മളവിടെ ഒരു ഓപ്പറേഷൻ തിയേറ്റർ എടുത്ത് കൊടുത്തില്ലേ? മുന്നേ 300 ആൾക്കാണെങ്കിൽ ഇപ്പൊ നേരെ ഇരട്ടി ഓപ്പറേഷൻ നടക്കുന്നത് അവിടെ. പിന്നൊരു വാളുണ്ട്. ഈ വാളിന്റെ ഉപയോഗം എന്താണെന്നറിയോ? മനുഷ്യ ശരീരം മുറിക്കാനുള്ളതാ. ഈ വാളുകൊണ്ട് മുറിച്ചാല് ശരീരം പെട്ടെന്ന് ഒട്ടു. 5 ലക്ഷം ഉറുപ്പിയാണ് വാളിന്റെ വില.
ഈ വാള് മെഡിക്കൽ കോളേജിന് വാങ്ങിച്ചു കൊടുത്ത CS സെന്ററാ. വിദേശത്ത് എങ്ങനെ പണം വാങ്ങുന്നത്? ജബാറെ ഇന്ത്യൻ പൗരന്മാരല്ലാത്ത വിദേശികളിൽ നിന്നും പണം വാങ്ങാൻ FCR അംഗീകാരം CH സെന്ററിൽ ഇന്നാളത് ലഭിച്ചതാ. ഞമ്മളിവിടെ ടാക്സ് കൊടുക്കുന്ന പൗരന്മാർക്കുണ്ടല്ലോ ഓഫർ. ഓർക്ക് ടാക്സ് 50%. ATG അംഗീകാരം CS സെന്റർ ഉള്ളതുകൊണ്ട് റിഡക്ഷൻ ലഭിക്കും. ആ വണ്ടി റെഡി ആക്കി എല്ലാരും കേറിക്കോളി. നോക്കിയാ ആ പോവാ, പോവാ. ബാബു അങ്ങോട്ട് നോക്ക്. അതാണ് CS സെന്റർ. എല്ലാരും കണ്ടോളിട്ടോ. CS സെന്റർ മെഡിക്കൽ കോളേജിലെ, കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അടുത്ത്. ഇത് ഓരോ മെഡിക്കൽ ഷോപ്പാണ് താഴത്ത്. ആ അപ്പൊ ഇതാണ് പകുതി വിലക്ക് മരുന്ന് കിട്ടുന്ന സ്ഥലം. വരി വരി, എല്ലാരും കയറി വരി. ഇതാണ് നമ്മളെ CS സെന്ററിന്റെ ഡയാലിസിസ് സെന്റർ. ആ ഏതായാലും അല്ല മക്കളെ, ഇന്ന് ഇനി തിരിച്ചു വീട്ടിൽ പോകാൻ പറ്റുമോ? അമ്മച്ചി ഒരു കാര്യം ചെയ്യും, ഇന്ന് ഇവിടെ നിൽക്കുക, പിന്നെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. അതെ, നിങ്ങളെപ്പോലെ പ്രായമുള്ള ഒരു ഉമ്മേനെ നോക്കിയേന്. ആ ഉമ്മേന്റെ സ്വത്ത് മുഴുവൻ CS സെന്ററിന് ദാനം കൊടുത്തു. ആ സ്വത്ത് വിറ്റിട്ട് ഞങ്ങളൊരു സ്ഥലം വാങ്ങിയിട്ടുണ്ട്. നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് സഹായം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് അവിടെ വരാൻ പോണത്. ഇവിടെ ആശുപത്രിയിൽ വരുന്നവർക്ക് താമസിക്കാനും ഭക്ഷണം കഴിക്കാനും ഒരിടം. ഡോർമെറ്ററിയാണ്. KMCC ആണ് ഇതിനു വേണ്ടിയുള്ള എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്യുന്നത്. മൊയ്തീക്ക അങ്ങോട്ട് വരി. ഈ അമ്മച്ചീനെ ഡോക്ടറെ കൊണ്ട് കാണിക്കോ. ഡയാലിസിസ് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അമ്മച്ചി ചെല്ലി ചെല്ലി. ആണോ? എപ്പോ? ഇയാൾ തന്നെ നിൽക്കട്ടോ. കഷ്ടായി പോയി. കൂടെ ഉണ്ടാവണം കേട്ടോ. കൂട്ടിന് ആരും ഇല്ലാത്ത അവിടെ കേട്ടോ. ഇപ്പൊ എത്തൂ കേട്ടോ. വേഗം വിട്ടോ. അത് നമ്മുടെ ഗ്രൂപ്പിലിട്ടാ മതി. പെട്ടെന്ന് കിട്ടൂ. കൂടെ തന്നെ വേണോ കേട്ടോ. എന്താ ജവരെ പ്രശ്നം? നേരത്തെ ആംബുലൻസ് കൊണ്ടുപോയ ഒരാളില്ലേ, അയാൾ ഒരു ഭാഗം തളർന്നുപോയി. അല്ല ഇനിയിപ്പോ നമ്മളെന്താ ചെയ്യാ? ഫിസിയോതെറാപ്പി എടുക്കണം. അതിനുള്ള സംവിധാനം നമുക്കില്ലല്ലോ. സംവിധാനം നമുക്ക് ഇപ്പൊ ഇല്ല. പക്ഷെ KMCC അത് തുടങ്ങാനുള്ള പ്രാരംഭ നടപടി ആരംഭിച്ചിട്ടുണ്ട്. അതുകൂടി വന്നാല് കുറെ പാവപ്പെട്ട രോഗികൾക്ക് അത് വലിയൊരു ആശ്വാസമാവും. ഈ പറയുന്ന നോമ്പിന്റെ പിരിവിലെ മുമ്പൊക്കെ കഴിയണ തുക തന്നാൽ സ്വീകരിക്കോ? അതിനെന്താ, അന്നെ പോലെ പലരും തരുന്നുണ്ട്. ഞങ്ങൾക്ക് വരുന്ന പിരിവ് മനുഷ്യന് തരുന്നു. അത് വാങ്ങുന്നവനും സ്വീകരിക്കുന്നവനും ഒരു ചോര. അതാണ് CS.